പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. എന്ത് അവിവേകമാണീ കാണിച്ചത്? ഭ്രാന്ത് ഇത്രയ്ക്കുണ്ടാവുമെന്ന് നിരീക്ഷിച്ചില്ല. അദ്ദേഹം ഭൃത്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എനിക്ക് ഭ്രാന്തുണ്ട്, ഇവിടത്തേക്കും ഭ്രാന്തുണ്ട്. സ്വന്തം ഭ്രാന്ത് ആരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. പക്ഷെ എൻ്റെ ഭ്രാന്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മാത്രം. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്, നാറാണത്ത് പറഞ്ഞു. അദ്ദേഹം നാണുവിനെ നോക്കി. തൻ്റെ മുടന്ത് ഇപ്പം എങ്ങനെ ഉണ്ടടോ? നാറാണത്ത് ചോദിച്ചു. ഹായ് ഹായ്, എൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ മാറി, എനിക്ക് ശരിക്കും നടക്കാറായി. നാണു സന്തോഷം സഹിക്കാനാവാതെ വിളിച്ചുകൂവി. നൃത്തം ചെയ്യുന്നത് പോലെ അവനവിടെ ഓടി നടന്നു. അഗ്നിഹോത്രി ബഹുമാനത്തോടെ ഭ്രാന്തനെ നോക്കി. ഇല്ലത്തേക്ക് വരൂ. അഗ്നിഹോത്രി ക്ഷണിച്ചു. വരാലോ? എപ്പോഴാണ് വരേണ്ടത്? ക്ഷേത്രദർശനത്തിനിറങ്ങിയതാണ്, അത് കഴിഞ്ഞ് നമുക്കൊന്നിച്ചില്ലത്തേക്ക് പോകാം, അഗ്നിഹോത്രി പറഞ്ഞു. ക്ഷേത്രത്തിൽ പോണത് ദേവിയെ ദർശിക്കാനല്ലേ? അതെ, ക്ഷേത്രത്തിൽ പോകാതെ തന്നെ ദേവിയെ ഞാൻ കാണിച്ചു തരാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ ഒന്ന് തൊട്ടു നിൽക്കൂ, കണ്ണടച്ച് ധ്യാനിക്കൂ, നാറാണത്ത് പറഞ്ഞു. അഗ്നിഹോത്രി അപ്രകാരം ചെയ്തു. നാറാണത്തിനെ സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണടച്ചു നിന്നു. അതാ നിൽക്കുന്നു സാക്ഷാൽ ദുർഗാദേവി തൻ്റെ മുന്നിൽ, സർവാഭരണ വിഭൂഷിതയായി. ചുണ്ടിൽ മന്ദഹാസം വിരിയിച്ചുകൊണ്ടുള്ള ആ രൂപം അഗ്നിഹോത്രി ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം രോമാഞ്ചമണിഞ്ഞു. കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം നിമിഷങ്ങളോളം നിന്നു. ശരി, ഇല്ലത്തേക്ക് പോകാം അല്ലേ? നാറാണത്ത് ചോദിച്ചു. വരൂ, പോകാം. നാണു തൻ്റെ കാലിലേക്ക് സൂക്ഷിച്ചു നോക്കി. നാറാണത്തിനെ നോക്കി. താൻ കണ്ടത് ഒരു സ്വപ്നമാണെന്ന് അവന് തോന്നി. കണ്ണ് തിരുമ്മി. സ്വപ്നമല്ല, തൻ്റെ കാലിലെ അസുഖം മാറിയിരിക്കുന്നു. ഇതുവരെ ഞൊണ്ടിക്കൊണ്ട് നടന്നിരുന്ന താൻ ഇതാ മറ്റു മനുഷ്യരെപ്പോലെ രണ്ടു കാലിലും ശരിക്കു നിൽക്കുന്നു. തനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്, ഓടാനും ചാടാനും സാധിക്കുന്നുണ്ട്. നാണു നാറാണത്ത് ഭ്രാന്തൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അദ്ദേഹത്തെ നമസ്കരിച്ചു. നാറാണത്ത് ഭ്രാന്തൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അഗ്നിഹോത്രി ചോദിച്ചു. കരഞ്ഞതുകൊണ്ടെന്താ കാര്യം? ചിരിക്കാതെയും കരയാതെയും ഇരുന്നുകൂടെ? അപ്പോൾ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ടാവില്ല. ചിരിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. ചിന്തിക്കാനും. ചിരിച്ചുകൊണ്ട് ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ട് ചിരിക്കണം. ഞാനങ്ങനെയാണ്, നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഇല്ലത്തെത്തി. അഗ്നിഹോത്രി നാറാണത്തിനെ തൻ്റെ അന്തർജനത്തിന് പരിചയപ്പെടുത്തി. നാറാണത്തിൻ്റെ വേഷവും ഭാവവും കണ്ടപ്പോൾ അന്തർജനം ഭയപ്പെടുക തന്നെ ചെയ്തു. വേഗം ഊണു വിളമ്പൂ, അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു. അന്തർജനം അകത്തുപോയി. നിമിഷങ്ങൾക്കകം ഒരു ഭൃത്യൻ ഉമ്മറത്ത് വന്ന് അഗ്നിഹോത്രിയുടെ കാതിൽ മന്ത്രിച്ചു. തമ്പുരാട്ടി പറഞ്ഞു, ഒന്ന് അകത്തേക്ക് ചെല്ലാൻ. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.